ഹായ് എവരി വൺ, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നേര് എന്ന ചിത്രത്തിൻ്റെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിമനോഹരമായ ഒരു ചിത്രം. ലാലേട്ടൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രക്ക് മനോഹരമായിട്ടുണ്ട് ചിത്രം, അതിഗംഭീരം. എടുത്തു പറയേണ്ട അഭിനയം ലാലേട്ടൻ. എന്താണ് പറയുക എന്ന് വെച്ചാൽ, ലാലേട്ടൻ്റെ ഡയലോഗ് ഡെലിവറിയൊക്കെ ചില സീനുകളിൽ കുറവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ബോഡി, അതുപോലെ നോട്ടം കൊണ്ടൊക്കെ ഒരു അപാര അഭിനയം തന്നെ കാഴ്ചവെക്കുന്നുണ്ട് നേര് എന്ന ചിത്രത്തിൽ. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു സീനാണ് അനശ്വര രാജൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ. കരിയർ ബെസ്റ്റ്, അനശ്വര രാജൻ്റെ കരിയർ ബെസ്റ്റ് അഭിനയം തന്നെ എന്ന് പറയാം നേരിലെ അഭിനയം. വല്ലാതെ ലാലേട്ടൻ, സിദ്ദിഖ അതുപോലെ മറ്റുള്ള ആക്ടറിൽ നിന്ന് വ്യത്യസ്തമായി അനശ്വര രാജനാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറയാം. അത്രക്ക് ഒരു വേറിട്ടൊരു അഭിനയ മുഹൂർത്തമാണ് അനശ്വര രാജൻ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഇൻട്രോവെല്ലിന് മുമ്പുള്ള സിദ്ദിഖ ലാലേട്ടൻ്റെ ഒരു കോൺവെർസേഷൻ സീനുണ്ട്. തിയേറ്ററുകളിൽ നിന്ന് നമ്മുടെ രോമ എഴുന്നേറ്റ് നിൽക്കുന്നു പറയുന്ന തരത്തിലുള്ള ഇടയ്ക്കൊരു BGM കയറി വരുന്നതും, ഫാൻസിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ പടം കണ്ടതെങ്കിൽ നമുക്ക് കയ്യടി കൊണ്ട് ആ ഒരു സീന് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അത്രയ്ക്കുള്ള ഒരു അഭിനയ മുഹൂർത്തം ആ ഒരു 10 മിനിറ്റിൽ കാഴ്ചവെച്ചത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നേരിൻ്റെ നേർവഴി കാണിച്ചു തരുന്ന ഒരു ചിത്രം തന്നെയാണ് നേര്. എഡിറ്റിംഗ് ആകട്ടെ, അതുപോലെ അതിലഭിനയിച്ച പ്രിയാമണി, ജഗദീഷ്, അങ്ങനെ അതിലഭിനയിച്ച ഓരോ താരങ്ങളും അവരുടെ റോള് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ലാലേട്ടൻ്റെ ഒരു വമ്പൻ തിരിച്ചു വരവ് എന്ന് തന്നെ വേണമെങ്കിൽ പറയണമല്ലോ നേര്. ഇത്രയും കാലം പരാജയ ചിത്രങ്ങളിലൂടെ കടന്നുപോയ ലാലേട്ടൻ ആ പരാജയ ചിത്രങ്ങളൊക്കെ ഓർമ്മകളാക്കുന്ന തരത്തിലുള്ള ഒരു വമ്പൻ തിരിച്ചുവരവാണ് നേരിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ജിത്തു ജോസഫ് ലാലേട്ടൻ കോംബോ എന്ന ചിത്രങ്ങൾ എല്ലാം വിജയകരമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ചിത്രം, ചിലയിടങ്ങളിൽ ദൃശ്യത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം തന്നെയാണ് നേര് കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക.